തില്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ നിന്നലേ. തില്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ നിന്നലേ. പള്ളിമണക്കാവുകളിൽ വള്ളികളിൽ ഉയരാടും തെന്നലേ നിന്നലേ. 25-ാം വയസ്സിൽ KPSC-യുടെ 68ാമത്തെ നാടകമാണ്. KPSC മലയാളത്തിൽ കേരളത്തിൽ എന്ത് ചെയ്തുവെന്ന് പറയാൻ ഞാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല. ഈ നാട് തന്ന പിന്തുണയെപ്പറ്റി ഇപ്പോഴത്തെ KPSC പ്രസിഡന്റായ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അതിലൂടെ കൂറ് കാണിക്കാനും ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം അറിയുവാനും ഞങ്ങളെല്ലാവരും KPSC ശ്രമിക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. ഈ 68ാമത്തെ നാടകത്തെ പറ്റി ഇവിടെ പറഞ്ഞു. ഈ നാടകത്തിൻ്റെ മൂലകഥ M. മുകുന്ദൻ എഴുതിയതാണ്. ആ കഥയാണ് അശോക് ശശി എന്ന 2 പേർ കേൾവിയിൽ ഒരാളായി തോന്നിക്കുമ്പോഴും 2 പേരാണ്. ആ സുഹൃത്തുക്കൾ നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച 2 പേരാണ് അവർ മുകുന്ദേട്ടൻ്റെ ആ മൂലകൃതിയോട് നീതി കാണിച്ചുകൊണ്ട് KPSC-യുടെ പൈതൃകത്തോട് കൂറ് കാണിച്ചുകൊണ്ട് ഈ നാടകം ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്താ ക്യാമറ ഫ്ലാഷുകൾ ഓഫ് ആക്കിയത്? എന്തിനാ മൊബൈൽ ഫോൺ ഓഫ് ആക്കിയത്? ഞങ്ങൾ ഉടുതുണിയോടെ നിൽക്കുന്നത് കൊണ്ടാണ്. മാന്യപ്രേക്ഷകർ ക്ഷമിക്കണം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നാടകത്തിന്റെ അവസാന രംഗമല്ല ഞങ്ങൾ ഇപ്പോൾ ആടാൻ പോകുന്നത്. ഞങ്ങളുടെ ജീവിതം, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാ ഞങ്ങൾ, നിങ്ങളുടെ കഥ പറയുന്നത്. പക്ഷേ വേദിയിലേക്ക് വെളിച്ചം തെളിച്ച മലീമസമായ മനസ്സുകളെ ഞാനിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. അവർക്ക് സ്ത്രീ എന്നൊരു കാഴ്ച വസ്തു മാത്രം, ചായം തെച്ച വെറും മാംസപിണ്ടങ്ങൾ, ഡൈനിങ് ടേബിളിന്റെ പേരറിയാത്ത പുതിയ കാല വിഭവങ്ങളിൽ ഒന്ന് ചവച്ചുകുപ്പ, എച്ചിൽ പിന്നാമ്പുറത്തെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാം. മലയാളത്തിന്റെ നാടക തറവാടായ KPSC-ക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട്, ഞാനും അശോക് ശശി ആദ്യമായിട്ട് രചനയും സംവിധാനവും നിർവഹിക്കുന്ന നാടകമാണ് ഭഗവന്തി. മലയാളത്തിൻ്റെ മഹാകഥാകാരൻ ശ്രീ M. മുകുന്ദൻ്റെ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന നോവലാണ് ഈ നാടകത്തിൻ്റെ അവലംബമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ നോവലിൻ്റെ സ്വതന്ത്ര നാടക ആവിഷ്കാരമാണ്, നോവലിൻ്റെ കണ്ടന്റിൻ്റെ സ്വതന്ത്ര നാടക ഘടനയാണ് ഈ നാടകം ഭഗവന്തി എന്ന ഈ നാടകം. ഏറെ അഭിമാനത്തോടു കൂടിയാണ് വർത്തമാന കാലത്തോട് പ്രതികരിക്കുന്ന, വർത്തമാന കാലത്തിനോട് സംവദിക്കുന്ന, വർത്തമാന കാല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ നാടകം ഞങ്ങൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. പ്രേക്ഷകരുടെ ആസ്വാദനത്തിന് പാകമായ രീതിയിൽ തീർച്ചയായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഈ നാടകത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അമ്മയായിട്ട് നിങ്ങളിൽ പലർക്കും നമ്മുടെ മാർത്താമ്മയെ അറിയും. എന്റെ തലമുറയ്ക്ക് ഇവർ എല്ലാ അർത്ഥത്തിലും അമ്മ തന്നെയാണ്. ഞങ്ങളുടെ ഗുരുവും വഴികാട്ടിയുമായിരുന്നു രവിയേട്ടൻ. ഇന്ദുവിന്റെ പപ്പ. ദ ട്രൂത്ത് എന്ന വീക്കിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. രവിയേട്ടനായിരുന്നു അതിന്റെ എല്ലാം. സാഹസികനായ പത്രക്കാരൻ. 80കളിലെ സിഖ് കലാപം തൊട്ട് ഗുജറാത്ത് കലാപം വരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത അപൂർവം ചില പത്രക്കാരിലുണ്ട്. ആ പേനയുടെ ചൂടേറ്റു കൊള്ളാത്ത ഒരു ഭരണാധികാരിയുമില്ലായിരുന്നു ഈ ഇന്ദ്രപ്രസ്ഥം. അവസാനം ആ ജീവിതം ഒരു റോഡ് ആക്സിഡന്റിൽ പൊലിഞ്ഞു പോയപ്പോൾ തകരാതെ ഈ മഹാനഗരത്തിൽ ഒറ്റപ്പെട്ടുമായ തന്റെ കുടുംബത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടിയ അമ്മയാണ് ഞങ്ങളുടെ ഈ മാതാവ്.
വളരെ ശക്തമായ ഒരു രാഷ്ട്രീയമാണ് ഈ നാടകത്തിലൂടെ പറയുന്നത്. പറഞ്ഞതുപോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ പ്രസൻറ്റ് ടൈമിനെ കുറിച്ച് വളരെ കൃത്യമായ ആ പേടികളെയൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇന്ദു ചോദിക്കുന്നത്. ഇന്ദു വെറുതെ തമാശ കണ്ടുള്ള സമയമല്ലേ? എത്ര നേരമായി ഞാൻ ആ കോഫി ഷോപ്പിൽ കാത്തിരിക്കുന്നു. സമയത്ത് എന്താ വിലയില്ലേ? ഇന്ദു, എനിക്ക് നിന്നെ കാണാൻ തോന്നിയ കാണണം. അങ്ങനെ ഒരു വാശി പാടുണ്ടോ? എന്റെ അവസ്ഥ കൂടി മനസ്സിലാക്കിയതേക്കൊപ്പം ഞാൻ വന്നാൽ റിഹേഴ്സൽ മുടങ്ങില്ലേ? അവള് പറയുന്നതാ ഞാൻ പറയുന്നത്. വളരെ കാലം ഞാൻ അഭിനയിക്കാതിരുന്നെങ്കിലും ഞാൻ പിന്നീട് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ 1-2 ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് ചേച്ചി ഇത്ര ഈസി ആയിട്ട് എത്ര എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഈ ഭാഗങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറയുന്ന ഒരു വാചകമുണ്ടാണ്, ഞാൻ KPSC എന്ന കളരിയിലാണ് നാടകം അഭിനയം പഠിച്ചത്. തോപ്പിൽ ഭാഷയുടെ നാടകങ്ങളിൽ കൂടിയാണ് ഞാൻ എന്നെ അറിയപ്പെടുന്നത്. കാരണം അത്ര മികച്ച കഥാപാത്രങ്ങൾ, തുലാഭാരമൊക്കെ കാണുമ്പോൾ ആളുകൾ, ഞാൻ ഓരോ സീനും ഡയലോഗ് പറയുമ്പോഴേക്കും അവരങ്ങ് കരയാൻ തുടങ്ങും, മുൻപിലിരിക്കുന്നവരെല്ലാം കരയും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്ക് കൂടുതൽ പ്രതിഫലം തരാമെന്ന് പറഞ്ഞ് പല ട്രൂപ്പുകാരും വിളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരിക്കലും ഈ ചിത്രയിൽ നിന്ന് മാറിപ്പോകണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് KPSC തന്നെയാണ് എന്നെ നിർത്തിയിട്ടുള്ളത്. ഞാൻ വേറെ ഒരു ട്രൂപ്പിലും അഭിനയിച്ചിട്ടുമില്ല. ഞാനാ തെറ്റുകാരി. തിരുമേനി പലപ്പോഴായി നാടകത്തെ കുറിച്ച് ചോദിച്ചപ്പോ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരു രഹസ്യം പങ്കിടുന്ന പോലെ ഞാനിതങ്ങ് പറഞ്ഞു പോയി. അപ്പോ അതിനുള്ള പ്രതിഫലമായിരുന്നു നീ അന്ന് വാങ്ങിക്കൂട്ടിയതൊക്കെ. പ്രതിഫലം ഇവൾക്ക് മാത്രമല്ല, അവൾക്ക് കിട്ടിയില്ല. ഇന്ദുവിന്റെ മാംസം ഈ നിമിഷം മുതൽ അത് ഈ ലോകം കാണും. അവരത് ആഘോഷിക്കും. ഞങ്ങളുടെ ഈ നാടകം KPSCക്ക് വേണ്ടി രചനയും സംവിധാനവും ഞങ്ങൾ നിർവഹിച്ച അശോക് ശശിമാർ നിർവഹിച്ച ഈ നാടകത്തിന് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ നാടകത്തിൻ്റെ പിന്നിലുള്ള സർഗാത്മകമായി ഈ നാടകത്തിന് വേണ്ടി നിന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഈ നിമിഷം സ്മരിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പി സാറാണ് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. മകനായ അർജുനൻ മാഷിൻ്റെ മകൻ അനിലം അർജുനാണ് ഇതിൻ്റെ ഗാനങ്ങൾ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ആർട്ടിസ്റ്റ് സുജാ മാഷ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ രംഗശില്പിയാണ് ഇതിൻ്റെ രംഗശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലയാളത്തിലെ പ്രഗത്ഭരായ അണിയറ പ്രവർത്തകരും നടീനടന്മാരുമാണ് ഞങ്ങളോടൊപ്പം ഈ നാടക അവതരണത്തിൽ പങ്കെടുത്തത്. ആ നാടകം നിങ്ങളേവരും സ്വീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നാടകത്തിൻ്റെ ധ്വനിപാഠം നിങ്ങൾക്ക് പകർന്നു നൽകിയതിൽ അല്ലെങ്കിൽ പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇവൻ എന്റെ മകൻ, എന്റെ അഭിമാനം. മക്കളെ, നമ്മുടെ അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകയുടെ ജാതിയും മണവും നോക്കാൻ അവർ വരുന്നു. ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് വേണം. കഴിയണങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇനിയും നാടകമായി ഞങ്ങൾ വരും. നിങ്ങൾക്ക് മുന്നിൽ നിറഭേദങ്ങളില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടിയുള്ള സമരം, അതിനു വേണ്ടിയുള്ള മൂർച്ചയേറിയ ആയുധമാണ് ഇനിയും ഞങ്ങൾക്കൊപ്പം ഇവളുമുണ്ട്, ഞങ്ങളുടെ ഭഗവതി. ഒളിയ
ഒളിയമ്പുകളെ തീനാമ്പുകളായി മാറ്റും സംഘബലം ഒളിയമ്പുകളെ തീനാ